വയനാട് കൽപ്പറ്റ പുളിയാർമലയിൽ പുലിയെ കണ്ടതായി ഒരു ബൈക്ക് യാത്രികൻ പറയുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരൻ പി ഷൈജു ആണ് പുലിയെ കണ്ടത്. ബഹളം വെച്ചപ്പോൾ പുലി പൊന്തക്കാട്ടിലേക്ക് കയറിപ്പോയി. ഷൈജു സാക്ഷ്യപ്പെടുത്തുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം പുള്ളി പറയുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഒരു 6 മണി 6:55 സമയത്താണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഞാൻ വരുന്ന ഒരു വലിയ നായുണ്ട്. ആ നായാണ് ആദ്യം വിചാരിച്ചത് ലൈവ് വരുമ്പോൾ. അപ്പോൾ പിന്നെ ബ്രൈറ്റ് ആക്കി നോക്കുമ്പോഴാണ് സംഭവം പുലിയാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞാൻ ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് പുലി അങ്ങോട്ട് ചാടി നമ്മൾ തൊട്ടടുത്ത് ചെറിയൊരു പൊന്തക്കാടുണ്ട്, ആ കാട്ടിലേക്ക് പോയത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ പുളിയാർ മലയിലൊക്കെ പുലിയുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ആകെ ടെൻഷനായി കാണുമല്ലോ. തീർച്ചയായും ആ മേഖല എന്ന് പറയുന്നത് കൽപ്പറ്റ നഗരസഭയിൽ ഉൾപ്പെട്ട പ്രദേശം തന്നെയാണ്. കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തുള്ള ആ പ്രദേശം, അതാണ് ഈ പുളിയാർമല എന്ന് പറയുന്നത്. ആ മേഖലയിലാണ് ഇപ്പോൾ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഷൈജു എന്ന് പറയുന്ന ഇവിടുത്തെ ടൗണിലെ തന്നെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ് പുലിയെ കണ്ടത്. അദ്ദേഹം ബൈക്കിൽ ജോലിക്കായി വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കരടിക്കുന്ന് റോഡിന് സമീപത്ത് വെച്ച് പുലി റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടത്. ബഹളം വെച്ചതോടെ ഇത് അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് മാറി. പുളിയാർമല എന്ന് പറയുന്നത് തോട്ടങ്ങളുള്ള മേഖലയാണ്, ധാരാളം തോട്ടങ്ങളുണ്ട്. സ്വാഭാവികമായും പുലിക്ക് മറഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ധാരാളം പേർ ജോലി ചെയ്യുന്നൊരു പ്രദേശം കൂടിയാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായ ആശങ്ക ആ പ്രദേശവാസികൾക്ക് ഉണ്ടാകും. ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ ആക്രമിക്കാൻ എത്തുകയോ അത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ട് എന്നുള്ളത് ആശങ്കജനകമാണ്. കൽപ്പറ്റ നഗരസഭയിൽ തന്നെ പെരുന്തട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ട്. എന്തായാലും തൊട്ടടുത്ത് നഗരകേന്ദ്രത്തിന് തൊട്ടടുത്താണ് പുളിയാർമല. അവിടെയാണ് ഇങ്ങനെ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. എസ് കെ സുജിത്തെ, തണുപ്പ് എങ്ങനെയുണ്ട്? സുർജിത്തിന് തണുപ്പടിച്ച് മരവിച്ച് നിൽക്കാൻ തോന്നുന്നു. തണുപ്പുണ്ട്. സ്കാൻ 9 ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട് താപനില. പ്രത്യേകിച്ച് പല മേഖലകളിലും ഈ കള്ളാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ജാക്കറ്റൊക്കെ ധരിച്ച് തൊപ്പി ധരിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ്. സ്കാൻ സമയം 9 മണിയായി. പക്ഷെ ഉച്ചയോടുകൂടി വലിയ ചൂടുണ്ടാകും. ഒരു 10 മണി 11 മണി വരെയും നല്ല തണുപ്പാണ് വയനാട്ടിലുള്ളത്. അല്ലെ, എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഞാൻ സുർജിത്ത് അയ്യപ്പത്തിൻ്റെ മുഖത്തും കാണുന്നു. എൻ്റെ കണ്ണ് ചിലപ്പോൾ കാണത്തില്ല, അങ്ങ് അകത്തോട്ട് കയറി അങ്ങ് പോകും. തണുപ്പടിച്ചാൻ തോന്നുന്നു. സുർജിത്തിൻ്റെ കണ്ണ് കാണുന്നില്ല. കണ്ണ് പുറത്തേക്കെടുക്കൂ. താങ്ക് യു സുർജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.